മക്കളെ, ഇന്ന് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണിത്. അതായത് നിറങ്ങൾ. നിങ്ങൾ പഠിച്ചതാണ് നിറങ്ങൾ അല്ലേ? കാല, നീല, ലാൽ, പീല, ഭൂര, ഹര. ഈ നിറങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ അതാത് സ്ഥാനങ്ങളിലേക്ക് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇതിനൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടോ? ഇവിടെ തന്നിട്ടുണ്ട്, അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം ഏതാണോ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. അപ്പം ലാൽ പറയുകയാണെങ്കിൽ ഏതാണ്? ചുവപ്പാണ് അല്ലേ? ലാൽ ചുവപ്പ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ലാൽ എന്ന് എഴുതാം. ചുവപ്പിനാണ് എന്ത് പറയുന്നത്? ലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ ലാൽ എന്ന് എഴുതുക. നോക്കിയിട്ട് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും, അത് നോക്കിയിട്ട് എഴുതുക, വൃത്തിയായിട്ട് എഴുതാം. അപ്പോൾ അതാണ് ചുവപ്പിന് എന്താ പറയുന്നത്? ലാൽ അല്ലേ? അത് നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്താണ്? കാല. ഇവിടെ ഫസ്റ്റ് ഉള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഫസ്റ്റ് നോക്കി പോവാം. കാല പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. അപ്പോൾ ഇവിടെ കറുപ്പുണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ കറുപ്പുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ് എന്ത് എഴുതേണ്ടത്? കാല എന്ന് എഴുതേണ്ടത്. ഇത് നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ആരോ മാർക്കിട്ട് കാണിക്കുക. ഇത് നമ്മൾ എഴുതേണ്ടത് എവിടെയാണ്? കറുപ്പുള്ള സ്ഥലത്താണ് അല്ലേ എഴുതേണ്ടത്? കാല എന്നത് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഇവിടെയാണ് അല്ലേ? ഇതിൻ്റെ നേരെ അവിടെ ഒരു നേരെ വന്നിട്ട് ഇതിലാണ് നമ്മൾ കാല എന്ന് എഴുതേണ്ടത്. ഇനി അടുത്ത് നോക്കാം. നീല. നീല കളർ ഇവിടെ ഉണ്ടോ നോക്കാം നമുക്ക്. നീല ഇല്ല അല്ലേ? നീല ഇല്ല. അപ്പോൾ നമുക്കത് എഴുതണ്ട. ഇനി അടുത്തത് ലാലാണ്. അതിവിടെ കാണിച്ചു എവിടെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ലാൽ. ഇതാണ് ലാൽ അല്ലേ? ഇനി അടുത്തത് പീലയാണ്. പീല. പീല എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ് അല്ലേ? പീല പറഞ്ഞാൽ എന്താണ്? മഞ്ഞ. അപ്പം നമ്മളത് ഇവിടേക്കാണ് എന്ത് എഴുതേണ്ടത്? പീല എന്ന് എഴുതേണ്ടത് ഇവിടേക്കാണ്. മഞ്ഞയ്ക്ക് നേരെ പീല എന്ന് എഴുതാം. യെല്ലോ അല്ലേ? മഞ്ഞ കളറിനാണ് എന്ത് പറയുന്നത്? പീല എന്ന് പറയുന്നത്. ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ്. ലാൽ പറഞ്ഞാൽ ചുവപ്പ്. കാല. കാല പറഞ്ഞാൽ കറുപ്പ്. നീല പറഞ്ഞാൽ നീല കളർ തന്നെയാണ്, പക്ഷെ നീല കളർ നമുക്കിവിടെ തന്നിട്ടില്ല. ഇനി ബൂര എന്നാണ്. ബൂര. ബൂര. ഇതാണ് ബൂര. എന്താണ്? ഇതാണ് ബൂര. ബൂര എന്നുള്ള കളർ കേട്ടോ. കാപ്പി കളറിനെയാണ്, ബ്രൗൺ കളറിനെയാണ് എന്ത് പറയുന്നത്? ബൂര എന്ന് പറയുന്നത്. അടുത്തത് ഹര. ഹര പറഞ്ഞാൽ എന്താണ്? ഹര. ഹര പറഞ്ഞാൽ പച്ച അല്ലേ? ഹര പറഞ്ഞാൽ എന്താണ്? പച്ച. അപ്പം നമ്മൾ പച്ച, ഹര എന്നത് ഈ പച്ച കളറിന് നേരെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള നിറങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ നിറങ്ങൾ തന്നിട്ടുണ്ടോ ആ നിറങ്ങളൊക്കെ ശരിക്കും പഠിച്ചു വെക്കുക. അതിൻ്റെ പുറമേ നിങ്ങൾ ബാക്കി നിറങ്ങളും കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിറങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ കാല പറഞ്ഞ കറുപ്പ്, നീല, നീല, ലാൽ, ചുവപ്പ്, പീല, മഞ്ഞ, ബൂര, ബ്രൗൺ, ഹര, പച്ച. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അക്ഷരങ്ങളൊക്കെ, ചിഹ്നങ്ങളൊക്കെ വായിച്ച്, ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി തെറ്റാതെ എഴുതാൻ പഠിക്കുക. ഓക്കെ.